ഇന്ന് എനിക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും കൊച്ചമ്മയ്ക്കും ഒരു ഫെയർവെൽ സ്പീച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു മൊമെന്റാണ്. കാരണം അച്ഛനും കൊച്ചമ്മയ്ക്കും ഒരു ഫെയർവെൽ സ്പീച്ച് പറയാൻ എനിക്ക് സംഘ സ്കൂള് എന്നെ ചുമതലപ്പെടുത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദി ഞാൻ സംഘ സ്കൂളിന്റെ ഭാരവാഹികളോട് അറിയിക്കുകയാണ്. ജിഷ ചേച്ചി അതിനെ വിളിച്ച് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പം അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുരുവിയുടെ ഒരു ജീവിതത്തെ കുറിച്ച് എൻ.കെ. രാമചന്ദ്രൻ ഒരു കവിത പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 3 വരികൾ ഇവിടെയുണ്ട് ഞാൻ എന്നറിയാൻ മധുരമായ ഒരു കൂവൽ മതി, ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നറിയുവാൻ ഒരു ചെറു തൂവൽ താനെ ഇട്ടാലും മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. അതെ, അച്ഛൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ പ്രസംഗങ്ങളും മതി. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് അച്ഛൻ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ മൂല്യവും നമ്മളിൽ ഉണ്ടാക്കിയ ഒരു അനുഭവവും ഓർമ്മയും മതി. അച്ഛൻ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നതിന് പള്ളി തന്നെ സാക്ഷ്യമാണ്. കാരണം ഈ പള്ളി പുതിയതായിട്ട് പണിതത് അച്ഛന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അച്ഛനെ നമ്മൾ എന്നും ഓർമ്മിക്കും എന്നുള്ളതാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാതെ പറ്റത്തില്ല. കാരണം അച്ഛൻ എന്ന് പറയുന്നത്, ഞാനൊരു ലോയറാണ്, അച്ഛനും LLB പഠിച്ച ലോയറാണ്. അപ്പോൾ നീതി നിർവഹണം എന്നുള്ളത് ഏതൊരു കാര്യത്തിലും ലോ പഠിച്ച ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നീതിപൂർവ്വം നമുക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛന്റെ ഏതൊരു പ്രവൃത്തിയിലും അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ പോലും അതെല്ലാം പോയിന്റ് വെച്ച് ക്രോഡീകരിച്ച് പറയുന്ന ഒരു പ്രസംഗങ്ങളാണ് അച്ഛന്റെ മിക്കവാറും എല്ലാം. അങ്ങനെ ഒന്നും അങ്ങ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് അത്രയൊന്നും അച്ഛൻ എല്ലാം പോയിന്റ് വെച്ചൊക്കെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പൊ ജസ്റ്റിസ് ഓറിയന്റഡ് ആണ് അച്ഛൻ. രണ്ടാമതായി എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ നല്ല ഒപ്റ്റിമിസം ഉള്ള ഒരാളാണ്, ഒരു ഒപ്റ്റിമിസ്റ്റ് ആണ്. കാരണം അച്ഛന്റെ മുഖത്തോട് നോക്കി എന്ത് സംസാരിക്കണം, അച്ഛൻ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയ കാര്യങ്ങളെ ഡീൽ ചെയ്യത്തുള്ളൂ. അത് ഏത് കാര്യമായിക്കോട്ടെ, അച്ഛന്റെ പ്രസംഗങ്ങളിലാണെങ്കിലും അച്ഛൻ്റെ ഒരു ഹ്യൂമർ കൂടെ പറഞ്ഞ് അച്ഛൻ ഏതൊരു പ്രസംഗവും നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പരിചയമുള്ളത്. ഹമ്പിളാണ് അച്ഛൻ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അച്ഛന് PhD ഹോൾഡറാണ്, ഒരു കൗൺസിലറാണ്, ഒരു ലോയറാണ്. അതിന്റെ എല്ലാം കൂടെ അച്ഛൻ 90 year old ഒരാളുടെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട്